നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 527 527. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 527. ഇപ്പോൾ സർഗം 20 ലീലാകാന്ഡം, ഭഗവാന്റെ ലീലാകാന്ഡം എന്നുള്ള ഭാഗത്ത് സർഗം 20 തൃണാവർത്ത മോക്ഷം, അതിൽ 12ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. എന്തായിരുന്നു അത്? പിടിച്ചത് വിടാതെ ഈ മട്ട് വിടാതെ ഈ മട്ട് അമർത്തിയിടുന്നതെന്തിവൻ എന്നോർത്തു കൊണ്ടു ഭാരത്താൽ താണു മഹാസുരൻ. ഭഗവാൻ വളരെ കൗശലമുള്ള ആളാണ്, സർവജ്ഞനാണ്, സർവവ്യാപിയാണ്. അപ്പോൾ താൻ അമ്മയുടെ മടിയിലിരുന്ന് അമ്മിഞ്ഞപ്പാൽ നുകരുമ്പോൾ പെട്ടെന്ന് യശോദമ്മയ്ക്കൊരു ഭാരം തോന്നിയപ്പോൾ കുട്ടീനെ നിലത്ത് വെച്ച് അകത്ത് പൂജാമുറിയിൽ ബ്രാഹ്മണർ ഭസ്മം ജപിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഇനി വല്ല ഭയമോ എന്താ പറയുക, കോൺസ്റ്റിപ്പേഷനോ അങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മാറും ഈ ഭസ്മം, ജപിച്ച ഭസ്മം ഇട്ടാൽ. അപ്പോൾ കുട്ടിയുടെ സൗഖ്യത്തിന് വേണ്ടി ഭസ്മം എടുക്കാൻ പോയപ്പോഴേക്കും തൃണാവർത്തൻ ഒരു കാറ്റായിട്ട് വന്ന് ഇദ്ദേഹത്തിനെ മേപ്പെട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹം അമ്മയ്ക്ക് വെയിറ്റ് തോന്നിപ്പിച്ചത് അമ്മ ഈ സങ്കടത്തിൽ പെടരുത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഇയാളുടെ കഴുത്തിന് ചുറ്റി പിടിച്ചപ്പോൾ ശ്വാസം മുട്ടിയപ്പോൾ വിടൂ പറയുന്നു. ആര് വിടാൻ? ഭഗവാൻ ഒരാളെ പിടിച്ച വിടുവോ? ഇല്ല. നമ്മൾ വിടും. കാരണം എന്താ? നമ്മൾക്ക് ആശയാഭിലാഷങ്ങൾ ഒന്നിൻ്റെ മേലെ മീതിയാണ്. നമ്മൾ നീഡ് ബേസ്ഡാണ് ഈശ്വരനെ സേവിക്കണത്. അതാണ് തെറ്റ്. നമ്മൾ വെച്ചാൽ ഇൻ ജനറൽ, ഞാനല്ല കേട്ടോ ഉള്ള കാര്യമല്ലേ പറയേണ്ടത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണ് ഇവിടെ. പിടിച്ചത് വിടാതെ ഈ മട്ട് അമർത്തിയിടുന്നതെന്തിവൻ എന്നോർത്തുകൊണ്ട് ഭാരത്താൽ താണു മഹാസുരൻ. ഭഗവാൻ അങ്ങോട്ട് ഭാരം വയ്ക്കാൻ തുടങ്ങി. ഇനി അടുത്ത ശ്ലോകം 13 ശ്രദ്ധിക്കുക. ഉണ്ണിക്കയ്യൻ പിടിവിടുത്തിടിനാൻ ആവാന് തോൽക്കയാൽ വിടുവാൻ ഗെഞ്ചും അവനോടോതി മല്ലേ മഹേശ്വരൻ. ഇവിടെ മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ പരമശിവനാണെന്ന് തെറ്റിദ്ധരിക്കും ആൾക്കാർ. അങ്ങനെയല്ല. മഹേശ്വരൻ മഹത്തായ ഈശ്വരൻ എന്ന് അർത്ഥമുള്ളൂ. അത് ശിവനും ബാധകമാണ്. ഉണ്ണിക്കയ്യൻ പിടിവിടുത്തിടാനാവാന് തോൽക്കയാൽ, തൃണാവർത്തം തോറ്റു, വിടുവാൻ ഗെഞ്ചും അവനോടോതി മെല്ലെ മഹേശ്വരൻ. ശത്രുഭാവത്തിലാണെന്നാൽ പോലും എന്നോടടുക്കുകയിൽ. എടാ മോനെ ദിനേശ, നീ എന്നോട് ശത്രുഭാവത്തോട് കൂടിയിട്ടാണ് എങ്കിൽ കൂടി എന്നെ പിടിച്ചുല്ലോ. അപ്പം പിന്നെ ഞാൻ എങ്ങനെ എന്നെ വിടാം? പോലും എന്നോടടുക്കെങ്കിൽ അവൻ വിട്ടാലും അവനെ വിടില്ലെന്നു മഹാവ്രതം. ഇത് നമ്മൾ ഭക്തന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുറച്ച് നിന്ന് ശ്രമിച്ചാൽ മതി, പിന്നെ ഭഗവാൻ നമ്മളെ ഏറ്റെടുക്കും. ഭഗവാൻ എന്താ പറഞ്ഞത്? ആശ്രിതവത്സലനായിട്ട് എന്നെ നിങ്ങൾ കണക്കാക്കിയാൽ നിങ്ങളുടെ യോഗക്ഷേമം ഞാൻ വഹിച്ചു കൊള്ളാം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ശത്രുഭാവത്തിലാണെന്നാൽ പോലും എന്നോടടുക്കെങ്കിൽ അവൻ വിട്ടാലും അവനെ വിടില്ലെന്നു മഹാവ്രതം. ഹരേന്ന് എഴുതി വെച്ചു ഞാൻ. എൻ്റെ കുഞ്ഞ് അറിവിൽ ഇത് ധാരാളമായി. പണ്ടേ തുടർന്നതാണ് ഈ ഞാൻ അതു നീ കരുതാകയാൽ. ഈ ഒരു വ്രതം ഞാൻ പണ്ടേ എന്ന് പറഞ്ഞെന്താ, അനാദികാലം മുതൽക്ക്
ഏതെല്ലാം അസുരന്മാർ എന്നെ ശത്രു ഭാഷയിൽ ശത്രുത്വ മനോഭാവത്തിൽ എന്നോട് പെരുമാറുകയുണ്ട്, അവർക്കൊക്കെ ഞാൻ മോക്ഷം കൊടുത്തിട്ടുണ്ട്. പണ്ടേ തുടർന്നതാണീ ഞാൻ അതു നീക്കരുതാകയാൽ പുറപ്പെട്ടയിടം എത്തിച്ചേ വിടുള്ളൂ നിന്നെ ഞാനിനി. എന്താ രസം, എന്താ രസം! ഓ മൈ ഗോഡ്! സാലോക്യം, നിനക്ക് ഞാൻ സാലോക്യം തരും, എൻ്റെ ലോകം തരും നിനക്ക്. കാരണം നീ എന്നാൽ വധിക്കപ്പെടുകയാണ്. സാലോക്യം, സാമീപ്യം, സായുജ്യം അല്ലേ? സാലോക്യം ആയി, സാലോക്യായി, സായുജ്യായി, സാരൂപ്യായി, പിന്നെ ഒന്നും കൂടി ഉണ്ട്, 4 മറക്കും അങ്ങനെ. സായുജ്യം, സാമീപ്യം, സാലോക്യം, പിന്നെന്താ ഒന്നും കൂടി ഹരിദാസ് ഇപ്പം മനസ്സിൽ പറയുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടും. സാമീപ്യം, സാമീപ്യം ഇവിടെ ഇരിക്കട്ടെ, എന്തായാലും ശരി. സാമീപ്യം, സായുജ്യം, സാമീപ്യം, സായുജ്യം, സാലോക്യം. അപ്പോൾ വേറൊന്ന് പോയോ? സാമീപ്യം, സായുജ്യം, സാലോക്യം, 3 മതിയെന്നാവും തമ്പുരാൻ വിചാരിച്ചിട്ടുണ്ടാവുക ഇവര്. സായുജ്യം, സാമീപ്യം, സാലോക്യം, ഒന്നും കൂടി ഉണ്ട്, എന്തായാലും എന്തോ ആവട്ടെ. അപ്പോൾ പുറപ്പെടേണ്ടിടം എത്തിച്ചേ വിടുള്ളൂ നിന്നെന്ന് പറഞ്ഞെന്താ? നമ്മൾ എവിടുന്നാണ് വന്നത്? ഈശ്വരാംശജരാണ് നമ്മൾ, ഈശ്വരനിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഈശ്വരനിൽ ലയിക്കണം. ഭക്തനും ഭഗവാനും ഭക്തിയും ഒന്നാവണം. ശ്വാസം മുട്ടി കൺ തുറച്ചാനെന്തോ ശബ്ദിച്ചു കൊണ്ടവൻ വീണാൻ കൽത്തറയിൽ ചിന്നിച്ചിതറി ദൈത്യനെങ്കിലും. വലിയൊരു പാറപ്പുറത്താണ് കൊണ്ട് വീഴ്ത്തിയത് ഇവനെ. എന്തിനാ പാറപ്പുറത്ത് വീണത്? ശരീരമാസകലം നുറുങ്ങണം, എന്നാൽ ഭഗവാന് യാതൊരു കേടും പറ്റില്ല, അത് വേറെ കാര്യം. കുഞ്ഞിനു തകരാറൊന്നും കൂടാതെന്നും മഹേശ്വരൻ കാത്തു രക്ഷിച്ചതായോർത്തെ കണ്ണീർ പൂണ്ടു സമസ്തരും. മറ്റുള്ളവരുടെ വിചാരം ഈ ഉണ്ണിക്ക് കേടുപാടൊന്നും കൂടാണ്ട് വേറെ ഏതൊരു സർവേശ്വരൻ നോക്കി രക്ഷിച്ചു എന്നാ. അങ്ങനെയാണ് എല്ലാവരുടെയും സ്ഥിതി. ഏത് ക്ഷേത്രത്തിലാണ് വിശേഷ വഴിപാട് അവിടേക്ക് പോകും നമ്മൾ. പക്ഷെ ഈശ്വരൻ തൻ്റെ ഉള്ളിലാണ്. ഈശ്വരൻ പറഞ്ഞ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, എല്ലാ ജീവജാലങ്ങളിലും മര്യാദാമസൃണമായിട്ട് ഇരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മറക്കും. എന്നിട്ട് വഴിപാടുകൾ ഇങ്ങനെ ചെയ്തു പോവും. ഒരു രക്ഷയില്ല, രക്ഷപ്പെടില്ല. അപ്പോൾ കുഞ്ഞിനു തകരാറൊന്നും കൂടാതെ ഇന്നും കൂടാതെ അന്നും മഹേശ്വരൻ കാത്തു രക്ഷിച്ചതായോർത്തേ കണ്ണീർ പൂണ്ടു സമസ്തരും. മഹാസുരൻ്റെ മാർത്തട്ടിൽ മരുവും മണിവർണ്ണനെ ഗോപാലന്മാരണഞ്ഞ് അമ്പാർന്ന് അത്ഭുതപ്പെട്ടു നോക്കവേ. ഗോപാലന്മാർക്ക് ഭയങ്കര അത്ഭുതമായി. മഹാസുരൻ്റെ മാർത്തട്ടിൽ മരുവും മണിവർണ്ണനെ, മാറിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപാലന്മാരണഞ്ഞ് അമ്പാർന്ന് അത്ഭുതപ്പെട്ടു നോക്കവേ. കുന്നിന്മേൽ പൂത്തു നിൽക്കുന്ന കുളിർ പച്ചില പോലെ. മൈ ഗുഡ്നസ്! ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പച്ചില കിളിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് ഭഗവാൻ നീലക്കാർ വർണ്ണൻ. ഇവിടെ പച്ചില എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിക്കോട്ടെ. കുന്നിന്മേൽ പൂത്തു നിൽക്കുന്ന കുളിർ പച്ചില പോലവേ കുതുകം പൂണ്ട്. കൗതുകം എന്നാണ് നമ്മൾ പറയുക, കുതുകം എന്നാണ് ശരിക്കുള്ള വാക്ക്. കുതുകം പൂണ്ട് കണ്ടോടി കുഞ്ഞിനെ ചെന്നു കോപികൾ എടുത്ത് ഉടൻ വിളിച്ചോതി യശോദേ നിന്റെ പൊന്മകൻ ഇതാ ദൈവം തന്നെ രക്ഷിച്ചിരിക്കുന്നു കൃപാനിധി. അവർക്കും ഇതാണ് ഏതോ ഒരു ദൈവം നിൻ്റെ മകനെ രക്ഷിച്ചു എന്നാ. അപ്പം അതാണ് കുതുകം പൂണ്ടു കണ്ടോടി കുഞ്ഞിനെ ചെന്ന് ഗോപികൾ എടുത്തുടൻ വിളിച്ചോതി യശോദേ നിന്റെ പൊന്മകൻ ഇതാ ദൈവം തന്നെ രക്ഷിച്ചിരിക്കുന്നു കൃപാനിധി. എണീക്കൂ പാപിയാം ദൈത്യൻ താനെ വീണു മരിച്ചുപോയി. ഇനി എന്തിനാ കരയണത്? ആ അസുരൻ, കാറ്റായിട്ട് വന്ന അസുരനൊക്കെ
ചത്ത് മരിച്ച് കിടക്കണു. എണീക്കൂ പാപിയാം ദൈത്യൻ താനേ വീണു മരിച്ചുപോയി. താനേ വീണുന്നാ ഭഗവാൻ ചങ്ക് പിടിച്ച് പോക്കി എന്നുള്ളത് വ്യാസർക്കും എനിക്കും നിങ്ങൾക്കും മാത്രമേ അറിയുള്ളൂ, യശോദമ്മയ്ക്ക് അറിയില്ല. ഇതാണ് കഥാരചനയുടെ വൈഭോഗം. പറഞ്ഞ മനസ്സിലുണ്ടോ? എണീക്കൂ പാപിയാം ദൈത്യൻ താനേ വീണു മരിച്ചുപോയി, ഏവർക്കും നന്മയെ കാണും നമ്മെ രക്ഷിക്കും ഈശ്വരൻ. ഈ ബാലപാഠം അല്ലെങ്കിൽ ഈ പ്രധാന വേദാന്ത സാരം നമ്മൾ ഉൾക്കൊള്ളണം. ഏവർക്കും നന്മ കാണുന്ന ആൾക്കാരെ ഭഗവാൻ രക്ഷിക്കും. നിങ്ങൾ ഓരോരുത്തരും അതിൽ പഠനം. ഏതിൽ പഠനം? ഏവർക്കും നന്മയെ കാണൂ. നമ്മുടെ നന്മ കാണണ്ട. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രീതിജനകമായിട്ട് ജീവിക്കൂ. ഗോ അഹെഡ്, മാർച്ച് ഫാസ്റ്റ്. നമ്മളെ ശ്രദ്ധിക്കാൻ ഭഗവാനുണ്ട്. ഭഗവാൻ പറഞ്ഞു, നീ നിൻ്റെ കാര്യം നോക്കാൻ വരട്ടെ, ഞാനുള്ളപ്പോൾ എന്തിനാ നീയേ? നമ്മൾ നോക്കണതാണോ ഭഗവാൻ നോക്കണതാണോ നന്നാവുക? പറയൂ. എൻ്റെ കാര്യത്തിൽ എനിക്കറിയാം, ഭഗവാൻ എന്നെ നോക്കി രക്ഷിച്ചു. അതിന് എൻ്റെ ചേച്ചീനെ പോലെ ചില ആൾക്കാരെ മുമ്പിൽ കൊണ്ട് നിർത്തി ഭാഗവത രസം അനുഭവിക്കാൻ അവർക്കും പ്രാപ്തമാക്കി കൊടുക്കാൻ ഞാനും ശ്രമിക്കണം. അത്രേ ഉള്ളൂ. ചെയ്തത് തിരിച്ച് നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത്ര വലിയ ഉപകാരമാണ്. അപ്പോൾ ഈശ്വരൻ കരുണാമയനാണ് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് പോരാത്ത കാലത്ത് നമ്മൾക്ക് പോരുന്ന ആൾക്കാർ നമ്മളെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, എണീക്കൂ പാപിയാം ദൈത്യൻ താനേ വീണു മരിച്ചുപോയി, ഏവർക്കും നന്മയെ കാണും നമ്മെ രക്ഷിച്ചു ഈശ്വരൻ, രക്ഷിക്കും ഈശ്വരൻ. അതിനിടയ്ക്ക് ചിലർ വന്ന അസുരൻ്റെ കളേബരം കാളിന്തിയിൽ കൊണ്ടൊഴുക്കി കുളിച്ചു കുതുകത്തൊടും. അതായത് ഈ കാളിന്തിയിൽ കാളിയമർദ്ദനം വരാൻ പോണില്ലല്ലോ. അപ്പോൾ ഈ പിശാചിൻ്റെ ശരീരം അവിടെ കടന്ന് ചീരോട്ടതാ അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിനിടയ്ക്ക് ചിലർ വന്ന് അസുരൻ്റെ കളേബരം ശരീരം കാളിന്തിയിൽ കൊണ്ടൊഴുക്കി കുളിച്ചു കുതുകത്തോടും. കുതുകത്തോടും. ഏവർക്കും ഉൾത്തടം മിന്നി തിളങ്ങി കുളിർ കാന്തിയാൽ. നല്ല ഒരു മന്ദമാരുതൻ വീശി. ഏവർക്കും ഉൾത്തടം മിന്നി തിളങ്ങി കുളിർ കാന്തിയാൽ മുഴുത്ത ചന്ദ്രഗ്രഹണം കഴിഞ്ഞുള്ളതു മാതിരി. ഇപ്പോൾ ഈ എന്താണ് പറയുക, പിന്നെ ഈ കേമൻ്റെ പേര് തൃണാവർത്തൻ കാർമേഘം പോലെ. അതായത് നമ്മുടെ മനസ്സിൽ കാർമേഘം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു പാപി അജ്ഞാനി വന്ന് നമ്മളെ എല്ലാം കുറച്ച് കുരങ്ങ് കളിപ്പിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ തൃണാവർത്തന് മോക്ഷം കൊടുത്തു. അപ്പോൾ ഏവർക്കും ഉൾത്തടം മിന്നി തിളങ്ങി കുളിർക്കാന്തിയാൽ മുഴുത്ത ചന്ദ്രഗ്രഹണം കഴിഞ്ഞുള്ളതു മാതിരി. മുഴുത്ത എന്നുള്ളൊരു വാക്കുണ്ട്. പൂർണ്ണ ചന്ദ്രഗ്രഹണം കഴിഞ്ഞാലത്തെ ചന്ദ്രൻ്റെ ശോഭ എങ്ങനെയാണ്? അതേപോലെ അണഞ്ഞാളമ്മ അമ്പേന്തിയെടുത്ത് ഓമൽ കുമാരനെ അമ്മിഞ്ഞ ഉന്മതായി കണ്ടു തെളിഞ്ഞാലുണ്ടത്രയും. അതായത് ഈ കുട്ടികൾ സ്തന്യപാനം ചെയ്തില്ലെങ്കിൽ അമ്മമാർക്ക് ഭയങ്കര വിഷമമാണ്. എപ്പോഴാണ് സ്തന്യപാനം ചെയ്യാതെ ഇരിക്കുക? ഒന്നില്ലെങ്കിൽ ഉറക്കത്തിന് അടിമപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭയന്ന് കരയാം. അപ്പോൾ അമ്മിഞ്ഞപ്പാൽ കുടിക്കില്ല. അപ്പോൾ കുട്ടി വലിച്ച് അമ്മിഞ്ഞപ്പാൽ കുടിക്കാൻ തുടങ്ങിയാൽ കുട്ടിക്ക് അസുഖമില്ല എന്നർത്ഥം. അപ്പോൾ അമ്മിഞ്ഞ ഉന്മതായി കണ്ട് തെളിഞ്ഞാടുടനെത്രയും യശോദയും രോഹിണിയും നന്ദനും മറ്റും അങ്ങനെ മാറി മാറിയെടുത്ത് അമ്പാർന്നുമ്മ വയ്ക്കുന്നു സർവരും. മുല കൊടുത്തത് മതി, ഞാനൊന്ന് എടുക്കട്ടെ എന്ന് രോഹിണി ദേവി. മതി എഴുത്തിയമ്മേ, ഇങ്ങോട്ട് തരൂ, ഞാൻ എടുക്കാം. അപ്പോൾ യശോദ പിന്നെയും വാങ്ങും. അല്ല, അത് കുട്ടിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങളെന്തേ കളിക്കണത്, ഇങ്ങോട്ട് തരൂ. അങ്ങനെ യശോദയും രോഹിണിയും നന്ദനും മറ്റുള്ളവരും അങ്ങനെ മാറി മാറിയെടുത്ത് അമ്പാർന്നുമ്മ വയ്ക്കുന്നു സർവരും. മോളിലേക്ക് ഇക്കിരിപ്പൽ. മോൾ വരിയിൽ കുറച്ച് പല്ല് വരാൻ തുടങ്ങിയെന്നാ. മാസം 6, 7, 8 ആയി. മോളിലേക്ക് ഇക്കിരിപ്പല്ലു കാണുവാൻ മുകിൽ വർണ്ണനെ ചിരിപ്പിക്കുന്നു മേന്മേലെ മിന്നും ചിൽപ്പൂങ്കഴമ്പിന്. ചിത്ത്
പൂങ്കഴമ്പിനെ. ആലോചിച്ച് നോക്കൂ. ചിരി, അത് കുട്ടി ചിരിച്ചാലല്ലേ മേൽവരി പല്ല് കാണുള്ളൂ. മോളിലേക്ക് കീരിപ്പല്ല് എന്നാവും. കിരിപ്പല്ല് കാണുവാൻ മുകിൽ വർണ്ണനെ ചിരിപ്പിക്കുന്ന മേന്മേലെ മിന്നും ചിൽ പൂങ്കടലിനെ കുഴലിനെ ചിൽ കഴമ്പിനെ. ഇതു വിധം അഖിലേശൻ ചെയ്ത കാരുണ്യമോർത്തോർത്ത് തുലചരിതമൂലം കുഞ്ഞിലുൾ പ്രീതി വായ്പാൻ പുതുതരമുണർവാലെന്നേറെ അമ്പാടിയെങ്കൽ കുതുകമൊടു വിളങ്ങി ഗോപഗോപീ ജനങ്ങൾ. എപ്പോഴും ഈ അവസാനത്തെ ശ്ലോകം കുറച്ച് മാറ്റും. അതിൻ്റെ മീറ്ററൊക്കെ മാറും. ധാരാളം വാക്കുകൾ, ധാരാളം വരികൾ, ധാരാളം അതിശയകരമായ മാനസികാവസ്ഥ. ഇതുവിധം അഖിലേശൻ ചെയ്ത കാരുണ്യമോർത്തോർത്ത് തുലചരിതമോലും, തുല്യചരിതമില്ലാത്ത ആള്, തുലചരിതമോലും കുഞ്ഞിലുൾ പ്രീതി വായ്പാൻ, കൂടുതൽ സന്തോഷം ഉണ്ടാവാൻ, ആനന്ദം വരാൻ വേണ്ടി പുതുതരമുണർവാലെന്നേറെ. പുതുതരം ഉണർവ്, ഇതുവരെ ഇല്ലാത്തൊരു ഉണർവ് എന്നർത്ഥം. പുതുതരം ഉണർവാലെന്നേറെ അമ്പാടിയെങ്കൽ കുതുകമൊടു വിളങ്ങി ഗോപഗോപീ ജനങ്ങൾ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ വിംശസർഗ, അതായത് 20-ാം സർഗം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർഗം 21. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്ദൻ്റെ സുഹൃത് ലാഭചിന്തയും യശോദയുടെ വിശ്വരൂപ ദർശനവും. നന്ദൻ്റെ സുഹൃത് ലാഭം അതിനെ ചിന്തിക്കണം. യശോദയ്ക്ക് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. എന്താ കഥയുടെ ഗതി ആലോചിച്ച് നോക്കാം. 21-ാം സർഗം 1-ാം ശ്ലോകം പറയണോ. അമ്പാടിയിൽ അതേ മട്ടിൽ ഓരോരോ അത്ഭുത സംഭവം വീണ്ടും വീണ്ടും നന്ദഗോപൻ കണ്ടു വിസ്മയമാർന്നുടൻ. അമ്പാടിയിൽ പുതിയ പുതിയ കഥാഗോളങ്ങൾ അരങ്ങേറുകയാണ്. ആദ്യം പൂതന വന്നു, പിന്നെ തൃണാവർത്തൻ വന്നു, പിന്നെ തൃണാവർത്തൻ വന്നു അല്ലേ. അപ്പോൾ അമ്പാടിയിൽ അതേ മട്ടിൽ ഓരോരോ അത്ഭുത സംഭവം വീണ്ടും വീണ്ടും നന്ദഗോപൻ കണ്ടു വിസ്മയമാർന്നുടൻ. വസുദേവൻ്റെ മാഹാത്മ്യം വിചാരിച്ചാൻ മഹാശയൻ. സുഹൃത്ത് ലാഭം എന്ന് പറഞ്ഞെന്താ? സുഹൃത്ത് ലാഭചിന്ത. തനിക്ക് ഉത്തമ സുഹൃത്താണ്, ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് വസുദേവർ. അപ്പോൾ ആ വസുദേവർ കഴിഞ്ഞ പ്രാവശ്യം കംസന് കപ്പം കൊടുക്കാൻ പോയപ്പോൾ ഇവിടെ അധികം നിന്ന് സംസാരിക്കേണ്ട, എന്തൊക്കെയോ ചില ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് താൻ ഉടനെ നന്ദഗോകുലത്തിലേക്ക് പോകണം, അമ്പാടിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അത് എത്ര ശരിയായി. വീണ്ടും വീണ്ടും നന്ദഗോപൻ കണ്ടു വിസ്മയമാർന്നുടൻ വസുദേവൻ്റെ മാഹാത്മ്യം വിചാരിച്ചാൻ മഹാശയൻ. ഇതൊക്കെയും അറിഞ്ഞിട്ടാണെന്നാൾ ഓതിയതങ്ങിനി. എന്നാൽ അന്നാൾ ആ മഹാപുണ്യവാനോർക്കിൽ ഓരേതോ മുനിവര്യൻ ആ മഹാപുണ്യവാൻ ഓർക്കിൽ ഒരേതോ മുനിവര്യനാം. സാധാരണക്കാരനല്ല. എന്താ ശരിയല്ലേ? 3 ജന്മം ഭഗവാൻ ശ്രീഹരി മകനായിട്ട് പറക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണക്കാരനാണോ? അല്ല. ആ മഹാപുണ്യവാനോർക്കിൽ ഒരേതോ മുനിവര്യനാം സന്ദേഹമില്ല. അതല്ലെങ്കിൽ ആ മട്ടോതില്ല നിശ്ചയം. ഇത്ര സ്പഷ്ടമായിട്ട് എന്തോ തൻ്റെ അവിടെ പ്രശ്നം നടക്കുന്നുണ്ട്, ഓടിപ്പോന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാധുര്യമേറും ആ വാക്കും സൗമ്യമാം പെരുമാറ്റവും ഇതൊക്കെ ഗുണപാഠങ്ങളാണ്, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടതാണ്. മാധുര്യമേറും ആ വാക്കും സൗമ്യമാം പെരുമാറ്റവും പ്രശാന്തഭാവവും കാണില്ല അത്തരത്തിൽ ഒരാളിലും. വസുദേവർക്ക് ഉണ്ടായിട്ടുള്ള ഉത്തമ ഗുണങ്ങൾ വേറെ ആർക്കും ഉണ്ടാവില്ല. ശരിയാണ്.
മാധുര്യമേറും ആ വാക്കും സൗമ്യമാം പെരുമാറ്റവും പ്രശാന്തഭാവവും കാണില്ല അത്തരത്തിൽ ഒരാളിലും. അദ്ദേഹത്തിൻ്റെ പേർ കേൾക്കിൽ കൈകൂപ്പും ഭാവിയാം ജനം. വസുദേവരെന്ന് പറഞ്ഞാൽ കൈകൂപ്പി ആൾക്കാർ. മഹാത്മാക്കളെ അക്കാലത്തറിയാം മിക്ക പേർകളും. വളരെയധികം ആൾക്കാർക്ക് അദ്ദേഹത്തിന് അറിയാം. അരനാഴിക നേരത്തെ സമ്പർക്കം കൊണ്ടു പുണ്യവാൻ എടുത്ത് ഈശ്വരനെ തന്നെ നൽകുവാൻ കഴിവുള്ളവൻ. നോക്കൂ, ആ വാക്കിനൊക്കെ വലിയ അർത്ഥമുണ്ട്. അരനാഴിക നേരത്തെ സമ്പർക്കം കൊണ്ടു പുണ്യവാൻ എടുത്ത ഈശ്വരനെ തന്നെ നൽകുവാൻ കഴിവുള്ളവൻ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീകൃഷ്ണൻ ഈശ്വരനാണല്ലോ. ആ ഈശ്വരൻ പൂതനയുടെ കയ്യിൽപ്പെട്ട് മരിക്കാതെ കൊണ്ട് തന്നത് എങ്ങനെയാ? ഭഗവാൻ പൂതന ആയുസ്സിനെ പാനം ചെയ്തു, അത് വേറെ കാര്യം. പക്ഷെ രക്ഷപ്പെട്ടുല്ലോ. രക്ഷപ്പെട്ടും കൊണ്ട് കുഞ്ഞിനെ കണ്ടൂലോ, അല്ലെങ്കിൽ മരിച്ചു പോയിരുന്നില്ലേ കുഞ്ഞ്? അദ്ദേഹത്തിൻ്റെ പേർ കേൾക്കൽ കൈകൂപ്പും ഭാവിയാം ജനം എന്ന് പറഞ്ഞാൽ വരും തലമുറ. വസുദേവരെന്ന് പറഞ്ഞാൽ കൈകൂപ്പില്ലേ? ഞാൻ കൈകൂപ്പുണ്ട്. എന്താ കാരണം? അദ്ദേഹം ഭാഗ്യവാനാണ്. ഭാവിയാം ജനം, വരാൻ പോകുന്ന ജനസമൂഹം എന്ന് അർത്ഥം പറയണം, അല്ലെങ്കിൽ അത് വാക്ക് തെറ്റാന്ന് വിചാരിക്കും നമ്മൾ. ഭാവിയാം ജനം. എന്നിട്ടോ മഹാത്മാക്കളായി അക്കാലത്തറിയാം മിക്ക പേർകളും അരനാഴിക നേരത്തെ സമ്പർക്കം കൊണ്ട് പുണ്യവാൻ എടുത്ത് ഈശ്വരനെ തന്നെ നൽകുവാൻ കഴിവുള്ളവൻ. എന്നാൽ ആവകയതൊന്നും മേന്മ കാണിച്ചിടാം മഹാൻ. എന്നും നിറക്കുടം പോലെ തുളുമ്പാതെ വിളങ്ങുവോൻ. തുളുമ്പാണ്ട് വിളങ്ങണമെന്നുണ്ടെങ്കിൽ നിറക്കുടായിരിക്കണം. വികാരഹേതുക്കളിലും വിചാരം വിടാത്തവൻ. ബെസ്റ്റ് ഉപമയാണ്, ദി ബെസ്റ്റ്. എന്ത് കേട്ടാലും വികാരം കൊള്ളരുത്, വിചാരം കൊള്ളണം. വിചാരത്തിൽ നിന്ന് അണുയിട പതറരുത്. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ മിസ്സീസിൻ്റെ ഒരു കുടുംബക്കാരുണ്ടായിരുന്നു. എന്തു പറഞ്ഞാലും അദ്ദേഹം നന്നായി നന്നായി പറയും. അല്ല കേശവേട്ടാ, പറയൂ, അങ്ങയുടെ അമ്മയ്ക്ക് കുറച്ച് സുഖമില്ലാന്ന് കേട്ടു. നന്നായി നന്നായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു അല്ലേ? നന്നായി നന്നായി നന്നായി. ശരിയാണ്, പ്രായമായ അസുഖം വരും, പ്രായമായ മരിക്കും. അതിൽ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പോൾ ഞാൻ പറയണത് അദ്ദേഹം വലിയൊരു വേദാന്തിഷ്ടായിരിക്കണം. തമാശ പറയല്ല, ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. എന്ത് വന്നാലും നന്നായി നന്നായി എന്ന് പറയാം. അത് എങ്ങനെ അദ്ദേഹത്തിന് പൂർവ്വജന്മാന്തര പുണ്യം ഉണ്ടായത്? അപ്പോൾ ഇതൊക്കെ സംഭവം ഞാൻ കേട്ടതാണ്. ആളെ അറിയും ഞാൻ ബോംബെയിലാണല്ലോ, ആയിരുന്നല്ലോ. അപ്പോൾ വികാരഹേതുക്കളിലും വിചാരം വിടാതവൻ, അസൂയ എന്നതുൾപ്പൂവിൽ അണുവും തീണ്ടിടാത്തവൻ. അപ്പോൾ ഇതിങ്ങനെ വായിച്ചാൽ പോരാ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് പകർത്താൻ സാധിച്ചാലാണ് നമ്മൾക്ക് ഇതിൻ്റെ മേന്മ ഉണ്ടാവുക. താൻ ഒട്ടുതാണും അന്യൻ്റെ ഗുണങ്ങൾ വെളിവാക്കുവോൻ. ഇദ്ദേഹം ആനകദുന്ദുഭി എന്ന പേരിന് പ്രസക്തനാണ്, പക്ഷെ അത് പറയില്ല. തൻ്റെ എളിമ കൊണ്ട് മറ്റുള്ളവരെ മഹാനാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വേണം. താൻ ഒട്ടുതാണും അന്യൻ്റെ ഗുണങ്ങൾ വെളിവാക്കുവോൻ, പണ്ഡിതമന്യരായോർക്കും പിന്നിലേ നിൽക്കും ആ മഹാൻ. പണ്ഡിതന്മാരുടെ പിന്നിൽ നിൽക്കുള്ളൂ. ഇദ്ദേഹം മോശക്കാരനാണോ? അല്ല, എന്നാൽ മുമ്പിൽ നിൽക്കില്ല എന്നർത്ഥം. പണ്ഡിതമന്യരായോർക്കും പിന്നിലേ നിൽക്കും ആ മഹാൻ. ദുഷിക്കും ദുഷ്ടരെ പോലും ക്ഷമ കൊണ്ടു ജയിപ്പവൻ. ദുഷിക്കും ദുഷ്ടരെ പോലും. അദ്ദേഹത്തിന് ആരും ശത്രുക്കളില്ല എന്നർത്ഥം. അതാണ് ശരി. ശത്രുക്കൾ മനസ്സിൻ്റെ അവസ്ഥയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുക. എന്നാൽ അത് വിചാരിച്ചിട്ട് തേളിനെ എടുത്ത് മടിയിൽ വെക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. തേളിനെ കണ്ടാൽ മാറി നടക്കുക, ചാടി നടക്കുക. ദുഷിക്കും ദുഷ്ടരെ പോലും ക്ഷമ കൊണ്ടു ജയിപ്പവൻ, കനത്ത നന്മയാൽ എത്ര താണാലും താണിടാത്തവൻ. ആ ഒരു പ്രയോഗം ശ്രദ്ധിക്കണം.
കനത്ത നന്മയാൽ എത്ര താണാലും താണിടാത്ത തറയാവില്ല എന്ന്. ആ പ്രയോഗത്തിന് വ്യത്യാസമുണ്ട്. മാനിച്ചിടുകിലും തന്നെ അവമാനിക്കലും ശരി. അതായത് പൂച്ചെണ്ട് കൊടുത്താലും മുട്ടയേറ് കൊടുത്താലും ഒരേപോലെ. മാനിച്ചിടുകിലും തന്നെ അവമാനിക്കലും ശരി. ഉൾത്തട്ടേതും കുലുങ്ങിയിടില്ല. ഉൾത്തട്ട് മനസ്സ് പതറില്ല എന്നർത്ഥം. മനസ്സ് പ്രശാന്ത സുന്ദരമായ സമുദ്രം പോലെ. എത്ര ആഴുണ്ട് പരപ്പുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ അദ്ദേഹം ഇളകൂല. അതാണ് അവസ്ഥ. ഉൾത്തട്ടേതും ഉൾത്തട്ടേതും കുടുങ്ങിയിടില്ല. ഒരേ ഭാവം ഒരേ നില. ശംഖുചക്രകഥാപത്മധാരിയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പാതാരവിന്ദത്തിൽ മനസ്സ് ഉറപ്പിച്ചൊരാൾക്ക് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ളൊരവസ്ഥ വരും. അതാണ്, അത്രയാണ്. അതാണ് അതിൻ്റെ രീതി. പിന്നെ പറഞ്ഞു, രാവും പകലും ആത്മീയ ചിന്ത കൊണ്ടേ വിളങ്ങുവോൻ. ഇനെന്താ കൊണ്ട്? രാവും പകലും ആത്മീയ ചിന്ത കൊണ്ടേ വിളങ്ങുവൻ. വൈകുന്നേരമായി കുറച്ച് നാരായണം ഭജേ നാരായണം ഭജേ. ചിലവർക്ക് രാവും പകലൊന്നുമില്ല, എപ്പോഴും പുണ്യതീർത്ഥം സേവിക്കുന്ന ആൾക്കാരുണ്ട് ബോധമില്ലാണ്ട്. ഇതങ്ങനെയല്ല. രാവും പകലും ആത്മീയ ചിന്ത കൊണ്ടേ വിളങ്ങുവോൻ. സാമീപ്യം കൊണ്ടു താനാർക്കും സദ്വാസന വളർത്തുവോൻ. സെൻ്റടിച്ചു എന്നല്ല കേട്ടോ പറഞ്ഞത്. നല്ല നല്ല കാര്യങ്ങൾ ചിന്താപാരവശ്യമില്ലാതെ കണ്ട് സദാസമയത്തും ഈശ്വരോപാസന ചെയ്ത് ആത്മാരാമത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ് എന്നർത്ഥം. അത്രയേ ഉള്ളൂ. രാവും പകലും ആത്മീയ ചിന്ത കൊണ്ടേ വിളങ്ങുവോൻ. സാമീപ്യം കൊണ്ടു താനാർക്കും സദ്വാസന വളർത്തുവോൻ. ഞാനിവിടെയും ഈ സാമീപ്യം. അപ്പം സാമീപ്യം, സായുജ്യം, സാലോക്യം ഏതോ ഒന്ന് കടന്നിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. ഹരിദാസ് പറയും. എന്തായാലും ശരി, അപ്പം എഴുതി വയ്ക്കാനാണ്. അപ്പം എന്താ ചെയ്യുക? സാമീപ്യം, സായുജ്യം, സാലോക്യം, സായുജ്യം, സാരൂപ്യം. ഞാനാകെ വിശർത്തു. സാരൂപ്യം, മഹാവിഷ്ണുവിൻ്റെ രൂപമാവുക, മഹാവിഷ്ണുവിൻ്റെ ലോകത്തിലെത്തുക, മോക്ഷം നേടുക, സാമീപ്യം അനുഭവിക്കുക. സാമീപ്യം, സായുജ്യം, സാരൂപ്യം, സാലോക്യം. സാരൂപ്യം, സാമീപ്യം, സായുജ്യം, സാരൂപ്യം, സാലോക്യം. മലങ്ങി ഞാൻ. എന്താ ചെയ്യുക? പ്രായമായി വരുന്നു തോന്നൂല്ലേ? അതായത് ഓർമ്മ പശകാണതൊക്കെ. അപ്പം എന്തായാലും സദ്വാസന വളർത്തുവൻ സെൻ്റല്ലാന്നൊക്കെ പറഞ്ഞു. അവിടെ ഇരിക്കട്ടെ. അടുത്ത ശ്ലോകം. വിചിത്രമായ പാർത്തട്ടിൽ എമ്മട്ടാം ചുറ്റുപാടിലും. പാർത്തട്ട് എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. വിചിത്രമാണ്. ഓരോരോ കൗതുകമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണു ഭൂമിയിൽ, അല്ലേ? ഉള്ളവൻ ഇല്ലാത്തവനെ പോലെ നടക്കണു, ഇല്ലാത്തവൻ ഉള്ളവനെ പോലെ നടക്കണു. ലോഭം, കാമക്രോധ മത മത്സര ലോഭ ഭയാദികളിൽ അന്തം വിട്ടിട്ട്, അല്ലേ? അപ്പോൾ വിചിത്രമായ പാർത്തട്ടിലെമ്മട്ടാം ചുറ്റുപാടിലും അന്തർമുഖത വേട്ടേതും വിടാതെ വിലസിയിടുമ്പോൾ. അന്തർമുഖത എന്താ? അന്തർമുഖത എന്ന് പറഞ്ഞാൽ അകക്കണ്ണ് കൊണ്ട് ഭഗവാനെ കണ്ടിരിക്കണവൻ. ജ്ഞാനചക്ഷുസ്, അറിവാകുന്ന കണ്ണുകളെ കൊണ്ട് ഭഗവാനെ ഒഴിയ. അതെങ്ങനെയാ? അതാണ് സത്യം. ജ്ഞാനചക്ഷുഷ് കൊണ്ട് അറിവാകുന്ന ഡിവൈൻ ഐസ് എന്ന് പറയാം.
അന്തർമുഖതയൊട്ടയതും അതിനാണ് വേറൊരു വാക്കുണ്ട്, അധോക്ഷജൻ. അധോക്ഷജൻ അന്തർമുഖതാണ്. അധോക്ഷജൻ്റെ മലയാളമാണ് അന്തർമുഖം എന്നുള്ളത്. അധോക്ഷജൻ. ഇനി ആർക്കാണ് ഇത് കിട്ടുക, ഈ പുസ്തകം കിട്ടുക അറിയില്ല. ആരും തൂക്കി കൊടുക്കാണ്ടിരുന്നാൽ മതി. കൊടുക്കില്ല, അങ്ങനെ കൊടുക്കില്ല. ഒരു വിൽപ്പത്രമൊക്കെ ഉണ്ടാവണം. പുസ്തകമൊന്നും ആർക്കും കൊടുക്കരുത്. പേരക്കുട്ടി വായിച്ച് പഠിക്കട്ടെ. ആഗ്രഹിക്കാമല്ലോ നമുക്കല്ലേ. അവളെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മച്ചൻ കുറച്ച് പുസ്തകം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, കുട്ടി വലുതായാൽ വായിക്കണം കേട്ടോ. തമാശ തോന്നും, അല്ല സീരിയസ്. അപ്പോൾ അനാദരിക്കുന്നവനെ പോലും ഉൾക്കാമ്പിൽ അല്പവും വെറുക്കാതെ, നമ്മളെ അനാദരിച്ചാലും നമ്മളെ ഉൾപ്പൂവിൽ ആരേനും ഇത് ചെയ്യണ്ട, തള്ളണ്ട. അനാദരിക്കുന്നവനെ പോലും ഉൾക്കാമ്പിൽ അല്പവും വെറുക്കാതെ അംബുജാക്ഷൻ്റെ ലീല കണ്ട് ഉല്ലസിക്കുവോൻ. അംബുജാക്ഷൻ്റെ താമരദള നയന ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുന്നേ. അംബുജാക്ഷൻ്റെ ലീല കണ്ടുല്ലസിക്കുവോൻ പ്രാകൃതാത്മാക്കൾ പൊങ്ങിക്കും പ്രതികാരദുരാഗ്രഹം ഉടൻ നീങ്ങി അലിഞ്ഞ ഉള്ളം തെളിഞ്ഞൊട്ടേറെ മിന്നുവോൻ. ആരെന്ത് ചെയ്താലും അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. പ്രാകൃതാത്മാക്കൾ. അപ്പം ഈ കുത്സിത ബുദ്ധിയുള്ളവരെ മഹാഭാഗവത് എന്താ വിളിക്കണത്? പ്രാകൃതാത്മാക്കൾ. പൊങ്ങിക്കും പ്രതീകാരദുരാഗ്രഹം ഉടൻ നീങ്ങി അലിഞ്ഞ ഉള്ളം തെളിഞ്ഞ ഒട്ടേറെ മിന്നുവോൻ. സൗശീലത്തിൻ വിളനിലം സത്യധർമ്മനികേതനം. സൗശീലത്തിൻ്റെ വിളനിലം ഏതാന്ന് ചോദിച്ചാൽ സത്യധർമ്മനികേതനം. സത്യവും ധർമ്മവും എവിടെയുണ്ട്? അതാണ് സൗശീലത്തിൻ്റെ വിളനിലം. ജ്ഞാനൈക ഭണ്ഡാരം വിനയത്തിനിരിപ്പിടം. വിനയത്തിൻ്റെ ഇരിപ്പിടം എന്താ? ഭക്തിജ്ഞാനൈക ഭണ്ഡാരം. ഭക്തിയും ജ്ഞാനവും വിരാഗവുമുള്ള സൂക്ഷിപ്പ്. സേഫ് വാൾട്ട് അല്ലേ? സേഫ് വാൾട്ട്, സേഫ് സെൽഫ് അല്ലേ? ഭക്തിജ്ഞാനേക ഭണ്ഡാരം വിനയത്തിനിരിപ്പിടം. ഇത്ര മാഹാത്മ്യം മുൾത്തിങ്ങും ഒരുത്തമ സുഹൃത്തിനെ ലഭിച്ചതെൻ്റെ ജന്മത്തിൽ ഒരു വമ്പിച്ച ഭാഗ്യമാം. അവിടെ നമുക്ക് നിർത്താം. അപ്പം നന്ദഗോപൻ ആരെ പറ്റിയിട്ട് എത്ര നേരം പറഞ്ഞിരുന്നത്? വസുദേവരെ പറ്റിയിട്ട്. ഇത്ര മാഹാത്മ്യം ഉൾത്തിങ്ങും ഒരു ഉത്തമ സുഹൃത്തിനെ ലഭിച്ചത് എൻ്റെ ജന്മത്തിലൊരു വമ്പിച്ച ഭാഗ്യമാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രാസസ്കൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.